ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മിനി മാജിക് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് മദേഴ്സ് ഡേ ആയതുകൊണ്ട് ഞാനൊരു കേക്കാണ് ഉണ്ടാക്കാൻ പോണത്. ഒരു ഓറഞ്ച് കേക്ക്, സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കേക്കാണത്. ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. നിങ്ങളും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ പറയണം. ഓറഞ്ച് കേക്ക് ഉണ്ടാക്കാനുള്ള ചേരുവകളാണത്. ഓറഞ്ച് ജ്യൂസ് 1/2 കപ്പ്. ഈ ഓറഞ്ചിന്റെ പുറത്ത് ഈ ഓറഞ്ച് കളർ മാത്രം എടുക്കാൻ പറ്റും, ഉള്ളില് ആ വൈറ്റ് വിടരുത്. അതായിട്ട് അതിങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. ഇത് 1 ടീസ്പൂൺ. 3/4 കപ്പ് ഓയില്. വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്, സൺഫ്ലവർ ഓയിൽ, ഏതെങ്കിലും കുക്കിംഗ് ഓയിൽ ഏതെങ്കിലും ഉപയോഗിക്കാം. ഇത് 2 കപ്പ് മൈദ. ഇത് പൗഡർ ഷുഗർ. ഇത് 2 കപ്പ് തന്നെ. അതും ഇത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. 4 മുട്ട. 3 ടേബിൾ സ്പൂൺ പാല് എടുത്തു വെച്ചിട്ടുണ്ട്, ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഇത് വാനില എസൻസ് 1 ടീസ്പൂൺ. ഈ മൈദ ഈ അരിപ്പയിലേക്ക് നോക്കിയിടാം. മൈദയും ബേക്കിംഗ് പൗഡറും കൂടി ഒന്ന് അരിച്ചെടുക്കണം. ബേക്കിംഗ് പൗഡർ എല്ലാ സ്ഥലത്തും ഒന്ന് ആവാൻ വേണ്ടിയിട്ടാണ് അരിച്ചെടുക്കുന്നത്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതിൽ വെച്ചിട്ടാണ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ബേക്കിംഗ് പൗഡർ എല്ലായിടത്തും ആവാൻ വേണ്ടി. ഇതെല്ലാം കൂടെ ഒന്ന് സ്പൂൺ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് ഇങ്ങനെ വയ്ക്കും. ഇനി നമുക്ക് എഗ്ഗ് ബീറ്റ് ചെയ്യും. ഈ എടുത്ത് വച്ചിരിക്കുന്ന 4 എഗ്ഗ് നമുക്ക് ഇതിലേക്ക് ഇടാം. ഇതിലിപ്പോൾ 4 എഗ്ഗ് ഇട്ടിട്ടുണ്ട്. ഇത് നമുക്കിനി നല്ലോണം ബീറ്റ് ചെയ്യാം. ഈ ബീറ്റർ വെച്ചിട്ട് ആദ്യം സ്ലോയിൽ. പിന്നെ അതിൽ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ചെയ്യും. ഇത് 2 കപ്പ് പഞ്ചസാര പൗഡർ ചെയ്തതാണ്, പൊടിച്ച പഞ്ചസാരയാണ്. അതിലിട്ടിട്ട് ആദ്യം തന്നെ ഒന്ന് ഇങ്ങനെ ഇത് വെച്ചിട്ടൊന്ന് ഇത് ചെയ്യും, അല്ലെങ്കിൽ ഇങ്ങനെ പറന്നിട്ട് എല്ലാവരും ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി എടുത്ത് വച്ചിരിക്കണ 3/4 കപ്പ് ഓയിലും കൂടി ഇതിൽ ഒഴിച്ച് ഈ ഓറഞ്ച് ജ്യൂസ് 1/2 കപ്പ് എടുത്ത് വെച്ചേക്കണം, അതും ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ എല്ലാവരും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഒരു ടീസ്പൂൺ വാനില എസൻസ്.
ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്തെടുത്തത്, അത് 1 ടീസ്പൂൺ. എല്ലാം കൂടി ഒന്നുകൂടി വെയിറ്റ് ചെയ്യാം. ഇതിന് ഈ മൈദ ഇതിലേക്ക് കുറച്ച് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും. ഹാഫ് ആദ്യം ഇട്ടിട്ടുണ്ട്. ബാക്കിയുള്ള മൈദയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇത് ചെയ്തിട്ട് ഒരു 2 സ്പൂണ് പാലും കൂടി ഒഴിച്ചു കൊടുക്കണം. കുറച്ച് തിക്നെസ് കൂടുതലാണ്. നോക്കട്ടെ, മിക്സ് ചെയ്യണം. നമ്മൾ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഈ തിക്നെസ്സിൽ ഈ ബാറ്റർ എടുക്കണം. ഇനി നമുക്ക് ഓവൻ ഫ്രീ ഹീറ്റ് ചെയ്ത് ഇട്ടിട്ട് അതിൽ ബേക്ക് ചെയ്യാൻ വയ്ക്കാം. 180-ൽ കൺവെക്ഷൻ ഇതിലാണ് ഞാൻ വെച്ചേക്കണത്. അത് ഒരു 10 മിനിറ്റ് നമുക്ക് ഫ്രീ ഹീറ്റ് ചെയ്യണം. ഇനി നമുക്കിത് ഓവനിലേക്ക് വെക്കാം. ഒരു 30-45 മിനിറ്റ്. മിനിറ്റിലാണ് ഇപ്പം ഞാൻ വെച്ചേക്കണേ. സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ 40 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഒന്ന് ഓവൻ തുറന്നിട്ട് കേക്ക് റെഡിയായോ എന്ന് ഒരു സ്റ്റിക്ക് വെച്ച് കുത്തി നോക്കാം. സ്റ്റിക്കിലൊന്നും മാവ് പിടിച്ചിട്ടില്ല. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് പുറത്തോട്ട് എടുക്കാം. കേക്ക് ഇപ്പോൾ കൂളായി ശരിക്കും തണുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അത് കേക്ക് ടിന്നിൽ നിന്ന് മാറ്റിയിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി അത് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.